എല്ലാവർക്കും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ അതുപോലെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് തുടങ്ങി. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം. ഫുഡിൻ്റെ കാര്യങ്ങളിൽ ഇന്നും വലിയ ചിക്കനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല ഇതുവരെ. മീനിരിപ്പുണ്ട് ഉച്ചക്കത്തേക്ക്. പിന്നെ രാവിലെ ഉപ്മാവ് മതി എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ഇന്നൊരു ഇതുള്ളത് പൊതിച്ചോറ് ഉണ്ണാൻ ഞങ്ങൾക്കൊരാഗ്രഹം തോന്നി. അപ്പം ഇന്നലെ ഞാൻ തീരുമാനിച്ചു പൊതിച്ചോറ് കെട്ടാമെന്ന്. അപ്പോൾ ഭാഗ്യത്തിന് ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ നോക്കിയപ്പം ഇല ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഓർഡർ ചെയ്തു. അപ്പം ഇപ്പം ഇലയൊക്കെ വന്നു. സിമ്പിളായിട്ടുള്ള പൊതിച്ചോറ്, കാരണം മീൻ മറക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഞാൻ പെരട്ടിയെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഞാൻ മസാലയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ. എനിക്ക് ഷീലാവെന്ന് പറഞ്ഞ മീനാണ് കിട്ടിയത്. ചീലാവെന്നാണോ എനിക്കറിയത്തില്ല, അതെന്തോ പറയുന്നത്. അപ്പോൾ അതാണ് കിട്ടിയത്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാമെന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചതാണ്. പിന്നെ അതപ്പോൾ ഞാൻ ഇന്നലെ മസാല എല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണ് ഫ്രിഡ്ജിൽ. പിന്നെന്താ ഉച്ചക്കത്തേക്ക് പിന്നെ ഒരു മെഴുക്കുവരട്ടി, ഒരു ചമ്മന്തി, അങ്ങനെ സിമ്പിളായിട്ടൊരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഇങ്ങനെ വൈകുന്നേരം രാത്രി ഇരുന്നപ്പം ശ്രീഹരി ഇങ്ങനെ ഞാനോട് സംസാരിച്ചപ്പം പൊതിച്ചോറ് കഴിച്ചിട്ട് ഒത്തിരി നാളായിരുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ടും കുറച്ച് നാളായി. അപ്പം അങ്ങനെ അതാക്കാം ഇന്നെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഏതായാലും ഇല കിട്ടിയില്ലായിരുന്നെങ്കിൽ ആക്കത്തില്ലായിരുന്നു. ഇല കിട്ടി. കുറച്ച് നാളായിട്ട് ഞാൻ ഇല ഇവിടെ കാണുന്നില്ല. കാരണം മഴയൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്നറിയത്തില്ല. ഇല എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ഇന്നലെ കാര്യം നോക്കിയപ്പോൾ കിട്ടി. പിന്നെ രാവിലെ ഉപ്മാവാണ്. വേറൊന്നും പ്രത്യേകിച്ച് എന്തോ ഞാൻ ഇന്നലെയും ഒന്നും തീരുമാനിച്ചില്ല രാവിലത്തെ കാര്യം. രാവിലെ എണീറ്റ് എന്താ അപ്പം തോന്നുന്നു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഉപ്മാവ് ഉണ്ടാക്കാം എന്ന് തന്നെ വിചാരിച്ചത്. വേറൊന്നും ഇടിയപ്പം ഒന്നും ഉണ്ടാക്കാനും കഴിക്കാനും അങ്ങോട്ട് എന്തോ ഒരു തോന്നൽ. ഒന്നാമത് രാവിലെ നല്ല ഭയങ്കര മൂടിയ കാലാവസ്ഥയാണ്. ഇതിൽ നമുക്ക് അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഒരു ലേസി ഇതിലേക്ക് പോകും. പിന്നെ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ഉണ്ടാക്കാൻ തോന്നത്തില്ല. അതാണ് മെയിൻ കാര്യം. അതുകൊണ്ട് ഞാൻ ഉപ്മാവ്, ശ്രീഹരിക്ക് ഇഷ്ടമാണ് ഉപ്മാവ്. പക്ഷെ ഇങ്ങനെ കട്ടയൊന്നും കെട്ടാതെ ഇങ്ങനെ സോഫ്റ്റായിട്ട് പൊടി പോലുള്ള ഉപ്പുമാവായിരിക്കണം. ഇച്ചിരി ടേസ്റ്റിൽ ആണെങ്കിൽ ശ്രീഹരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശ്രീഹരിക്ക് ഒന്നും വേണ്ട കഴിക്കാൻ, ഉപ്മാവ് തന്നെ കഴിച്ചോളും. വേറെ പഴവോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയാണൊന്നും വേണ്ട. അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പം ഇന്ന് ഉപ്മാവാണ്. ഉച്ചയ്ക്ക് ഇതുപോലെ പൊതിച്ചോറൊക്കെ മീൻ വറുത്തതും ഒക്കെ ആയിട്ട് പൊതിച്ചോറ് കെട്ടാമെന്ന് വിചാരിച്ചു. പിന്നെന്താണ്, രാത്രിയിലും എന്തെങ്കിലും ഒക്കെ ലൈറ്റായിട്ടായിരിക്കും. രാത്രിയിലത്തെ ഒന്നും തീരുമാനിച്ചില്ല. ഇനി സിനിമയ്ക്കൊക്കെ പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നുണ്ട്. അപ്പം അതൊക്കെ പോയിട്ട് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അവിടെ നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമല്ലോ. അപ്പം അതനുസരിച്ച് അപ്പം വിശപ്പനുസരിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ കൂടുതൽ വർത്താനം പറഞ്ഞ് വെറുപ്പിക്കാതെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഉപ്പുമാവിന് ഉള്ളിയും കുറച്ച് സബോളയും ക്യാരറ്റും കൂടി ഇട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ മറ്റേ ഉപ്മാവല്ല, ഞാനിങ്ങനെ എനിക്ക് ഇങ്ങനെ നമ്മൾ ഈ അപ്പം പോലെ ഇരിക്കുന്ന ഉപ്മാവില്ലേ, അതെനിക്ക് ഉണ്ടാക്കി നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ശ്രീഹരിക്ക് ഇഷ്ടമല്ല. വെറുതെ അപ്പം എനിക്ക് തന്നെയായിട്ട് എപ്പോഴെങ്കിലും ഈ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളല്ലാതെ എനിക്കതൊന്നും ഉണ്ടാക്കി നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. ശ്രീഹരി അത് ചോദിക്കുമ്പോൾ അങ്ങനെ വേണ്ട, പൊടി പോലുള്ള ഇത് മതി എന്ന് പറയും. അതാണ്. അപ്പം ഇങ്ങനെ പൊടിയായിട്ടുള്ള ഉപ്മാവാണ് എടുക്കുന്നത്. മറ്റേതിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ മറ്റേ നമ്മളിങ്ങനെ പുറത്തൊക്കെ കിട്ടുന്ന ടൈപ്പ്, പ്രത്യേകിച്ച് തമിഴ്നാട് ഏരിയയിലും പിന്നെ ഇവിടെ ആണെങ്കിലും എനിക്കൊന്ന് ഉപ്മാവ് ഓർഡർ ചെയ്ത് ആ ടൈപ്പ് ഉപ്മാവാന്ന് തോന്നുന്നു കിട്ടുന്നത്. ഞങ്ങളിതുവരെ പുറത്തുനിന്ന് അത് കഴിച്ചിട്ടില്ല. അപ്പം അതൊന്ന് എനിക്ക് കഴിച്ചു നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് കാണിക്കുക ആ ടൈപ്പ് ഉണ്ടാക്കട്ടെ എന്ന് പറയുമ്പോഴത്തേന് വേണ്ട, മറ്റത് മതി എന്ന് പറയും. പോട്ടെ. പിന്നെ എന്താ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ പുറത്ത് പോകണം. നമുക്ക് ചോറ് നേരത്തെ ആക്കണം. കാരണം ഇത് കുറച്ച് നേരം നമ്മുടെ വാഴയിലയിൽ പൊതിഞ്ഞിരിക്കണമല്ലോ. അപ്പം അത് നേരത്തെ ആക്കണം. അപ്പം വെണ്ടയ്ക്കയാണ് എൻ്റെ വെണ്ടയ്ക്ക വന്നിട്ടുണ്ട്. വെണ്ടയ്ക്ക ഞാൻ മേടിച്ചില്ലായിരുന്നു, അതുകൊണ്ട് അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വെണ്ടയ്ക്ക കൊണ്ട് മെഴുക്ക് പുരട്ടി
ഒരു ചമ്മന്തി, മീൻ വറുത്തതും, പിന്നെ ഓമയ്ക്ക ഇരിപ്പുണ്ട്. അത് ഞാനിപ്പം ഓമയ്ക്ക തോരൻ അന്ന് ഈയിടെ ഞാനൊരു ലഞ്ച് വ്ലോഗ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഞാൻ ഓമയ്ക്ക തോരൻ, ആ ഓമയ്ക്കയുടെ ബാക്കി തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അത് പറ്റുവാണെങ്കിൽ അത് തോരനും കൂടെ ആക്കാം. അത് വെറുതെ തന്നെ വയറിന് നല്ലതല്ലേ, അതും കൂടെ ആക്കാം. അപ്പം എല്ലാം ആകും. പിന്നെ മോരും ഒഴിക്കണം എന്നുണ്ടെങ്കിൽ മോരും കാഴ്ച. എനിക്കിങ്ങനെ പൊതിച്ചോറിലിങ്ങനെ ഇത് ചെയ്തിരിക്കുമ്പോൾ അങ്ങനെ ഒഴിക്കേണ്ട കാര്യമില്ല. ശ്രീഹരിക്ക് ഒഴിക്കണമായിരിക്കും. അപ്പം ഒരു കൊശാല മോരും കൂടെ കാച്ചി ഉച്ചയ്ക്കിപ്പോഴത്തെ പരിപാടി തീരും. നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വേഗം സവോളയുടെ ഒക്കെ തൊലി കളഞ്ഞ് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. ഉള്ളിയും ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കും, ഇഞ്ചി പച്ചമുളക്, ഇത്ര സംഗതികൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം നമ്മുടെ പരിപാടികളിലേക്ക് കടക്കാം. കാരണം പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാലേ അതിന് ആ ഒരു ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് വേഗം തന്നെ അടുത്ത പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെ തളിച്ചാണ്, ഞാൻ കുറേ വീഡിയോകളിൽ ഇത് കാണിച്ചിട്ടുണ്ട്. തളിച്ചാണ് ഇത് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. എനിക്കതാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത്. മറ്റേതും കുഴപ്പമില്ല, പക്ഷെ ഞാനിങ്ങനെ ആദ്യമേ ഇങ്ങനെ അങ്ങ് ശീലിച്ചു പോയതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. എപ്പോഴും എനിക്ക് എളുപ്പം ഇതാണ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി. കണ്ടോ, ഇതിൻ്റെ കൂടെ വേറൊരു കറിയും വേണ്ട, ഈ ഉപ്പുമാവ് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ കുറച്ചൊന്ന് ഇതാവും. പിന്നെ അത് തന്നെ അപ്പം തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിക്ക് കിടക്കും. അത് ഇട്ടേച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പം അത് ഒന്നാമത് അതൊരു വൃത്തികെട്ട പരിപാടിയാണ്. പിന്നെ അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അതങ്ങ് ക്ലീൻ ചെയ്ത് മാറ്റി കളഞ്ഞു. എന്നിട്ട് നമ്മുടെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. കഴിച്ചൊക്കെ കഴിഞ്ഞു. ഞാൻ വലുതായിട്ടൊന്നും ഇരിക്കാനൊന്നും പോയില്ല, കാരണം എനിക്കിത് നേരത്തെ തീർക്കണം എന്നുള്ള എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാനിപ്പം അരിയെല്ലാം ഇട്ടു. അത് അരിയെല്ലാം കുക്കറിലേക്ക് ഇട്ട് ഇനി അത് കഴുകി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാൻ ആദ്യം ഇച്ചിരി നേരത്തെ തുടങ്ങുകയാണ്, കാരണം നമുക്കൊന്ന് കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും അതൊന്ന് പൊതിഞ്ഞിരുന്നില്ലെങ്കിൽ പൊതിച്ചോറ് അത് അപ്പോഴല്ല ഒരു സുഖമുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ അങ്ങ് പരിപാടിയൊക്കെ തീർക്കാമെന്ന്. പിന്നെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു മെഴുക്കുവരട്ടി, തോരൻ, പിന്നെന്താ ചമ്മന്തി, മീൻ വറുത്തത്, ഇത്രയേ ഉള്ളൂ. ചിലപ്പം എനിക്ക് തോന്നുകയാണെങ്കിൽ മുട്ടയും കൂടെ പൊരിക്കും, തോന്നുകയാണെങ്കിൽ മാത്രം. അപ്പം നമുക്കിത് വേഗം അരിയൊക്കെ കഴുകി ഇട്ടിട്ട് കുക്കറിലൊക്കെ വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ടു. ഇനി നമുക്ക് വെണ്ടയ്ക്ക റെഡിയാക്കി എടുക്കാം. പിന്നെ അതിൻ്റെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്കകത്ത് ഞാനൊരു സബോളയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കെല്ലാം വേഗം അരിഞ്ഞെടുക്കാം. ഞാൻ വെണ്ടയ്ക്ക എന്താ പറയുന്നത്, വെണ്ടയ്ക്ക ഇപ്പം മെഴുക്കുവരട്ടിക്കകത്ത് എനിക്ക് പേടിയാണ്. ഇവിടെ ഞാൻ എപ്പോഴും പുഴുവിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പൊളന്നിട്ട വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് അരിയത്തുള്ളൂ. ഇതൊന്ന് പൊളന്നിട്ട് അരിയപ്പോഴത്തേനും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കുരു ഒത്തിരി അങ്ങ് പുറത്ത് ചാടും, ഇങ്ങനെ പൊളന്നിട്ട് അരിയുമ്പോഴത്തേനും. പക്ഷെ എന്നാലും എനിക്ക് പേടിയാണ്. ഞാൻ കുറേ പ്രാവശ്യം ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. എന്താ വാങ്ങിക്കുന്ന പച്ചക്കറിയെ, കാരണം സാമ്പാറിനകത്ത് ഇട്ടാലൊക്കെ ഇഷ്ടമാണ് ശ്രീഹരിക്കും എനിക്കൊക്കെ. സാമ്പാറിനകത്ത് വെണ്ടയ്ക്ക ഇട്ട് വെക്കുന്ന സാമ്പാർ ആക്ച്വലി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മേടിക്കും. ഇപ്പം കുറച്ച് ദിവസമായി ഇത് വാങ്ങിച്ചിട്ട്. അപ്പം ഞാൻ ഇന്നലെയോ പെട്ടെന്ന് ഓർത്തത്. കണ്ടോ, ഞാനിങ്ങനെ പൊളന്ന് ഇങ്ങനെ നോക്കും. മറ്റേതിങ്ങനെ എനിക്ക് കൂടുതലും ഇങ്ങനെ പൊളന്നിടുന്നതിലും ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ റൗണ്ടായിട്ട് ഇടുന്ന ഇഷ്ടം. പക്ഷെ തീരെ ഖനം കുറച്ചും ഇടല്ല, അതാണ്. ഒത്തിരി ഖനം കുറച്ച് ഇങ്ങനെ നൈസായിട്ട് വെണ്ടയ്ക്കയൊക്കെ അരിയല്ല, കാരണം ഒത്തിരി അങ്ങ് പൊതിഞ്ഞ് അങ്ങ് വല്ലാതായിപ്പോവും, ആ കുരുവൊക്കെ പുറത്ത് ചാടി.
ഇച്ചിരി കട്ടിയിലരിയണം. ഇവിടെ ചില സമയങ്ങളിൽ നല്ല ഇളക്ക വെണ്ടയ്ക്ക കിട്ടും. നല്ല ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലെ വെണ്ടയ്ക്കയല്ലേ മൂക്കുന്നതിന് മുമ്പ് നല്ല ചില സമയത്ത് കിട്ടും, എപ്പോഴൊന്നും കിട്ടത്തില്ല. ആക്ച്വലി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയെക്കാട്ടിലും ഏറ്റവും നല്ലത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് നമ്മുടെ പൊതിച്ചോറിന് പെർഫെക്റ്റ്. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ പൊതിഞ്ഞ് ചോറിനകത്ത് പൊതിഞ്ഞ് വെച്ച് കഴിക്കാൻ. ചോറ് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി മാത്രം മതി, എന്നാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ അത് ശരിയാവത്തില്ല. ഈയിടെ ഞാനൊന്ന് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ചു. ഇനിയിപ്പം ഞാൻ മാസത്തിലൊരിക്കലൊക്കെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കത്തുള്ളൂ. കാരണം ഒന്നാമത് അതിന് ഈ ടേസ്റ്റി ആയിട്ടുള്ള സംഗതിക്കൊന്നും വലിയ ഹെൽത്ത് ബെനിഫിറ്റ് ഇല്ലല്ലോ. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. മിക്കവാറും കൊച്ചു പിള്ളേർക്കൊന്നും കുഴപ്പമില്ല, നല്ലത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും തൈരും ഒക്കെ കൂട്ടി ഞാൻ കഴിച്ചിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണ്. പക്ഷെ പ്രായമായി കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഉരുളക്കിഴങ്ങ് കുറച്ചത് ഈ വെയിറ്റ് ലോസിന്റെ ഭാഗം വന്നപ്പോഴാണ് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ കുറച്ചത്. പിന്നെ എനിക്കതൊക്കെ അങ്ങ് ശീലമായി. അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അല്ലെങ്കിൽ പയറ് മെഴുക്കുവരട്ടി ഞാൻ ജനിച്ചപ്പോഴത്തേനും കുറച്ച് ദിവസമായിട്ട് പയറ് മെഴുക്കുവരട്ടി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ വെണ്ടയ്ക്കയും സബോളയും ഒരു മീഡിയം സൈസ് സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ള ഐറ്റംസ്. ഞാൻ ഈ മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും, മഞ്ഞൾപ്പൊടി ഇടും, മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചേർക്കത്തില്ല. പച്ചമുളക് ഇട്ട് വെക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് കൂടുതലും എൻ്റെ വീട്ടിൽ അങ്ങനെ ആയിരുന്നു. ഞങ്ങൾ മെഴുക്കുവരട്ടികളെല്ലാം വെക്കുന്നത് ഈ ഉരുളൻകിഴങ്ങ്, ചക്കക്കുരു അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ മുളക് പൊടിയും മുളക് ചതച്ചതും ഒക്കെ ചേർക്കത്തുള്ളൂ. പയറ്, വെണ്ടയ്ക്ക, കായ്, അങ്ങനെ നമ്മൾ മെഴുക്കുവരട്ടി വെക്കുന്നത് ഐറ്റംസ് ഇല്ലേ, അതിനൊക്കെ ഇങ്ങനെ പച്ചമുളക് കീറിയിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കുക. കൂർക്ക പച്ചമുളക് ചേർത്താണ്. അത് രണ്ട് രീതിയിലും വെക്കും. മറ്റേതിലും അമ്മ വെച്ച് കണ്ടിട്ടുണ്ട്, ഈ പച്ചമുളക് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടുതലും പച്ചമുളക് ഇട്ട് വെക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അതുപോലെ ബീൻസ് എനിക്കിഷ്ടമല്ല ബീൻസ് മെഴുക്കുവരട്ടി. അത് ഇതുപോലെ എൻ്റെ അമ്മമ്മ ഇങ്ങനെ മുളക് ചതച്ചിട്ട് വെക്കുന്ന കണ്ടിട്ടുണ്ട്. അതല്ലാതെ ബാക്കി എല്ലാ മെഴുക്കുവരട്ടികളും ഇങ്ങനെ പച്ചമുളക് കീറിയിട്ടാണ് വെക്കുന്നത്. ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പക്ഷേ എനിക്ക് ആ ഒരു ടേസ്റ്റാണ് കൂടുതലും ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം. അതാണ് ഞാൻ എപ്പോഴും അങ്ങനെ വെക്കുന്നത്. മറ്റേ മുളക് ചതച്ചിട്ടിരിക്കുന്ന എനിക്ക് ആ മുളകിൻ്റെ കുത്തൽ വരുന്നത് എനിക്ക് പിടിക്കത്തുമില്ല. എൻ്റെ വയറിനും അത് പിടിക്കത്തില്ല, ചതച്ച മുളകിൻ്റെ സംഭവം. അതാണ് എനിക്ക് എൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമൊന്നുമില്ല. കഴിക്കും ഇപ്പം, അല്ലാതെ ഞാനത് മാറ്റി വെക്കത്തൊന്നുമില്ല, കഴിക്കും. പക്ഷെ എനിക്ക് കൂടുതലും താല്പര്യം ഇതാണെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ആ മുളക് ചതച്ച മുളക് ഇടുമ്പോഴത്തേക്ക് എനിക്ക് വയറ് എരിയുകയും ചെയ്യും. അതുകൊണ്ട് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് പച്ചമുളകാണ്. അപ്പോൾ പിന്നെന്താണ്, ഇനി നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഓൾറെഡി ഞാനെല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ പക്ഷെ ഞാൻ ഇനിയും വെളുത്തുള്ളിയും ചേർത്തിട്ടില്ല. ജസ്റ്റ് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിനകത്ത് കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ച് ചേർക്കണ്ട, നമുക്ക് വേറൊരു രീതിയിൽ അത് ചേർക്കാം. അത് ചതച്ച് ചേർക്കണോ നമുക്ക് നോക്കാം. ഞാൻ അങ്ങനെ ഉപ്പുമൊക്കെ ചേർത്ത് ആ സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പെട്ടെന്ന് ഞാൻ ഇന്നലെ അത് കിട്ടിയപ്പോൾ തന്നെ കഴുകി അങ്ങനെ അങ്ങ് ചേർത്ത് വെച്ചു. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്, കുക്കർ ഇപ്പം അടിക്കും. ഇപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാം. വെച്ചിട്ട് നമുക്ക് ബാക്കി
ഒരെണ്ണം ആകുമല്ലോ, അത് കൈയോടെ അങ്ങ് വെച്ച് പോയി കഴിഞ്ഞു. ഇപ്പോൾ ഒരു 10:45 അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 11 മണി ആകുമ്പോഴത്തേനും പരിപാടികളെല്ലാം തീർത്ത് കഴിഞ്ഞാൽ 11 മണി തൊട്ട് 12 മണി ആകുമ്പോഴത്തേനും പരിപാടിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊതിഞ്ഞ് വെച്ച 1 മണിക്കൂർ നല്ല സെറ്റായിട്ടിരിക്കും. അതാണ് എൻ്റെ പ്ലാൻ. പക്ഷേ നടക്കുമെന്നറിയത്തില്ല. കറക്റ്റ് ഞാനിപ്പോൾ കാണും, ഇപ്പോൾ എല്ലാ ശനിയും ഞായറും ഇവിടെ ഉള്ളതാണ്. ഞാൻ എന്തെങ്കിലും അരയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മിക്സിക്കകത്ത് ഇടുമ്പം കറണ്ട് പോകും. ഇപ്പം ഞാൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇടുമ്പം കറണ്ട് പോകും. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ലേറ്റ് ആക്കുന്നത്. അതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റത്തില്ല. അതിപ്പോൾ ഞാനിപ്പോൾ നേരത്തെ വിചാരിച്ചു, അപ്പോൾ ചമ്മന്തി ഞാൻ ആദ്യം അരച്ചോ, അപ്പം കറണ്ട് പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞെങ്കിൽ വരും. പക്ഷെ എൻ്റെ അത്ര സമയം അങ്ങ് പോവില്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ അവിയലിന് ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ആദ്യം വെണ്ടയ്ക്ക ഇട്ട് വഴറ്റി അതിൻ്റെ ആ ഒരു കിളുകിളിപ്പില്ലേ, ഞാൻ കിളുകിളിപ്പെന്ന് ഞങ്ങൾ പറയുന്ന ഒരു പശയില്ലേ, അത് പോയതിന് ശേഷം മാത്രം സബോള ചേർത്താൽ മതി. എന്നിട്ട് അത് അടച്ചു വെച്ചോ. ഈ വെണ്ടയ്ക്ക അടച്ചു വെച്ചോ അല്ലെങ്കിൽ വെള്ളത്തിലൊന്നും വേവിക്കല്ല. ജസ്റ്റ് വഴറ്റി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കിളുകിളിപ്പ് മാറിക്കിട്ടും. അത് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു പശ അങ്ങ് മാറിക്കിട്ടും. എന്നിട്ട് സബോള ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. അപ്പം നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ചൂടാക്കി വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു കിളുകിളുപ്പ് മാറുന്നിടം വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ആകുന്ന സമയം കൊണ്ട് ഞാൻ ഓമയ്ക്ക അങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ച്, ശകലം മതി, ഒത്തിരി ഒന്നും വേണ്ട. ഞാനത് നാളത്തേക്ക് ഇനി തോരനില്ല. അത് ഞാനൊരു കുറച്ച് പീസും കൂടി ഇരിപ്പുണ്ട് വെണ്ടയ്ക്ക. അത് ഞാൻ വല്ല പച്ചടിയോ വല്ലതും വെക്കും നാളെ, അതങ്ങ് തീരും. അപ്പോൾ ഇവിടെ നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സബോളയും പച്ചമുളകും ഒക്കെ ചേർക്കാം. അപ്പോൾ അതിൻ്റെ പശ നന്നായിട്ട് പോയതിന് ശേഷം നമുക്കതിനകത്തേക്ക് ആ മീഡിയം സൈസ് സബോള അരിഞ്ഞു വെച്ചിരിക്കുന്നതും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങ് വഴറ്റി എടുക്കുക. അപ്പോൾ ഇനി ഇത് അടച്ചു വെക്കൊന്നും വേണ്ട. ഇത് നന്നായിട്ട് തുറന്നിരുന്ന് തന്നെ ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. കുഴഞ്ഞു പോകും. അല്ല, ഇനിയിപ്പം വലുതായിട്ടൊന്നും കുഴയത്തില്ല, കാരണം അതിൻ്റെ ആ ഒരു കിളുകിളുപ്പ് സാധനം പോയല്ലോ. അത് നന്നായിട്ട് നമ്മൾ വഴറ്റി അത് കളഞ്ഞു. അപ്പം എന്നാലും ഇനി തുറന്നിരിക്കുന്നതന്നെ എനിക്ക് വെണ്ടയ്ക്ക തുറന്ന് വെച്ച് മെഴുക്കുവരട്ടി ആക്കുന്ന ഇഷ്ടം. ഞാനങ്ങനെ അടച്ച് വെക്കാറില്ല. അപ്പം അതവിടെ ഒരു ലോ ഫ്ലെയിമിൽ ഇരുന്നാവട്ടെ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, കാരണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. തീരെ കുറച്ച് വെച്ചാൽ മതി. അതെല്ലാം കൂടെ നന്നായിട്ട് ഒരു ഫ്രൈ മോഡലായി വരുമ്പം അത് സെറ്റായി. ഇനി നമുക്ക് അടുത്തത് ഓമയ്ക്ക തോരൻ വെക്കണം. അതിനും ഞാൻ നേരത്തെ തൊട്ട് മുമ്പുള്ള വ്ലോഗിൽ ഞാൻ ഓമയ്ക്ക തോരൻ വെക്കുന്നത് കാണിച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിടുക, തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും, ഇത്ര ഉള്ളതിൻ്റെ. അങ്ങനെ തോരനകത്ത് ജീരകവും ഒന്നും ചേർക്കാറില്ല. പിന്നെ ഉള്ളിയും അങ്ങനെ സബോളയൊന്നും അങ്ങനെ ചേർക്കാറില്ല. എന്തോ എനിക്ക് ആ ഒരു ചിലപ്പോൾ സബോളയൊക്കെ ചേർക്കുമ്പോൾ ഞാൻ മെഴുക്കുവരട്ടിക്ക് ചേർക്കും. എനിക്കെന്തോ തോരൻ്റെ എനിക്ക് മെഴുക്കുവരട്ടിക്ക് എനിക്ക് വെണ്ടയ്ക്കകത്ത് നമ്മുടെ പാവയ്ക്കകത്ത് പിന്നെന്താ അങ്ങനെയുള്ള മെഴുക്കുവരട്ടിക്കകത്തൊക്കെ സബോള ചേർക്കുന്ന ഇഷ്ടമാണ്. ബാക്കി എനിക്കൊന്നും ഇഷ്ടമല്ല. പിന്നെ തോരനകത്ത് ഞാൻ അങ്ങനെ ഒരു തേങ്ങ മാത്രമേ 1 ടേബിൾ സ്പൂൺ ചേർക്കത്തുള്ളൂ. പിന്നെ ക്യാബേജ് തോരൻ വെക്കുകയാണെങ്കിൽ, പക്ഷെ ഞങ്ങളിപ്പോൾ അങ്ങനെ മേടിക്കാറില്ല, കാരണം എനിക്ക് തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് വല്ലപ്പോഴും കൊതി തോന്നുമ്പോൾ മാത്രമേ ഞാൻ ക്യാബേജ് വാങ്ങിക്കാറുള്ളൂ. അല്ലെങ്കിൽ സദ്യ വെച്ചപ്പോഴൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. അല്ലാതെ ക്യാബേജ് ഇപ്പം തൈറോയ്ഡ് വന്നേ പിന്നെ ക്യാബേജ് വാങ്ങിക്കാറില്ല, ചീത്തയായതുകൊണ്ട്. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി ഇതൊന്നും ഞങ്ങളുടെ വീട്ടിൽ തൈറോയിഡിന് ശേഷം പ്രവേശിപ്പിക്കാത്ത കാര്യങ്ങളാണ്. പിന്നെ ശ്രീഹരിക്കും വലിയ താല്പര്യമൊന്നുമില്ല ക്യാബേജ് പിന്നെ ഇഷ്ടമാണ് തോന്നുന്നു തോരൻ. എന്നാലും വലിയ ഒരു ഇത് പറഞ്ഞിട്ടില്ല, ഒരു താല്പര്യം ഒരിതും പറഞ്ഞിട്ടില്ല. അതിലെനിക്കൊന്ന് ബീൻസാന്ന് തോന്നുന്നു ഇഷ്ടം, എനിക്കറിയത്തില്ല.
അപ്പം അതിനകത്തൊന്നും അങ്ങനെ ഞാൻ ഉള്ളി അങ്ങനെ ഞാൻ ചേർക്കാറില്ല. തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചതച്ചിട്ട് എനിക്കിങ്ങനെ മിക്സ് ചെയ്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി, ഇതാണേലും നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് കടു കൂടുതൽ ടേസ്റ്റ് തോന്നിയിരിക്കുന്നത്. അതെന്തോ അങ്ങനെയാണ്. നന്നായിട്ട് തിരുമ്മണം. പ്രത്യേകിച്ച് ബീൻസൊക്കെ നന്നായിട്ട് തിരുമ്മി വെച്ചിട്ട് തോരൻ ആക്കിയെടുക്കുമ്പം എനിക്ക് ടേസ്റ്റ് തോന്നാറുണ്ട്. എൻ്റെ നാവിൻ്റെ, ചിലപ്പോൾ വേറൊരാൾക്ക് ടേസ്റ്റ് തോന്നത്തില്ല. എൻ്റെ ഒരു നാവിൻ്റെ ടേസ്റ്റിനാണ് ആക്ച്വലി ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ചിലത് പിന്നെ ശ്രീഹരി അങ്ങനെ വലുതായിട്ടൊന്നും എന്താ, ശ്രീഹരിക്ക് നോണിലെ ശ്രീഹരി എന്തെങ്കിലും എന്താ അങ്ങനെ വെക്കുമോ, അല്ലെങ്കിൽ ഗ്രിൽ ചെയ്ത് തരുമോ, ഫ്രൈ ചെയ്ത് തരുമോ, അങ്ങനെ കറി വെക്കുമോ, റോസ്റ്റ് ചെയ്ത് തരുമോ. പ്രത്യേകിച്ച് ചിക്കനിൽ, ഫിഷിലും പറയും, മീൻ വറക്കാൻ പറയും, മീൻ കറി വേണോ, മീനുണ്ടെങ്കിൽ വറുത്താൽ മതിയെന്ന് അങ്ങനെ ഒരു കാര്യം പറയും. കറി വേണ്ട വറുക്കാമെന്ന് പറയും. അല്ലെങ്കിൽ കറിയും വറുത്തതും കൂടെ വേണമെന്ന് പറയും. അല്ലാതെ വെജ് ഐറ്റംസിൽ ഒരു അഭിപ്രായം പറയത്തില്ല. എന്താ ഒരു ഇന്നത് ഇഷ്ടം, അല്ലെങ്കിൽ അത് വെച്ചാൽ മതി, ഇത് വെച്ചാൽ മതി എന്നൊന്നും പറയത്തില്ല. ഒഴിക്കാനാണേലും എന്താണേലും. നോൺ വെജിൽ മേടിക്കുന്ന ചിക്കൻ മേടിച്ചാൽ നമുക്ക് ഗ്രില്ല് ചെയ്യാം, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് കറി വെച്ചാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ നേരത്തെ അന്ന് കറി വെച്ചോ ഇന്ന് വെച്ചാൽ മതി എന്നൊക്കെ പറയും. മീനിൻ്റെ കേസിൽ വറുത്താൽ മതിയോ കറി വെച്ചാൽ മതി പറയും. പക്ഷെ വെജ് ഐറ്റംസിൽ ഒരു അഭിപ്രായം പറയാൻ വരത്തില്ല. ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിച്ചിട്ട് പോകുന്നുള്ളതേ ഉള്ളൂ. അത് നോൺ വെജിനോടാണ്, നോൺ വെജ് കഴിക്കാനുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കണം. അപ്പം നമുക്കിനി ഓമയ്ക്ക തോരൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അവിടെ റെഡിയായി. ആ ഒരു സബോളയൊക്കെ ഒന്ന് വഴണ്ടി വന്നാൽ മതി. പിന്നെ ഞാൻ വേഗം തന്നെ ഓമയ്ക്ക തോരനും റെഡിയാക്കി, നമ്മുടെ ചമ്മന്തിയും റെഡിയാക്കി. ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് പലതവണ ഷോർട്സിലും ലോങ് വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടി, തോരൻ, ചമ്മന്തി ഇതെല്ലാം ആയി. ഞാൻ ഇവിടെ പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ മാരിനേഷൻ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ തലേദിവസം രാത്രി പുരട്ടി വെച്ചതാണ്. ആവശ്യത്തിന് ഉപ്പും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടി അങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചു. അപ്പോൾ ഞാൻ അത്രയും സംഗതികൾ വെച്ച് മാത്രമേ ഞാൻ പുരട്ടി വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് എന്ത് ചെയ്യണം, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചോ അരിഞ്ഞോ എങ്ങനെയെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഉണ്ടല്ലേ ഒരു ഇച്ചിരി കഷ്ണമീനല്ലേ, അപ്പം അതും കൂടെ ഉണ്ടല്ലോ ഒരു ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ച് ഇതിനകത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി. അപ്പം ഞാൻ ഇത്രയും പീസ് ഇഞ്ചിയും തൊലിയോടുകൂടെയുള്ള വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്, അതിനകത്ത് വെച്ച് തന്നെ ഞങ്ങൾ ചതച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെന്താ 11:50 12 മണി ആകുമ്പോഴത്തേനും തീർക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഇനി മീനും കൂടെ വറുത്താലേ തീരത്തുള്ളൂ. 12:30 ആവും. സാരമില്ല, 1 മണി ആകുമ്പോഴത്തേനും ഞാൻ 1 മണി ഇച്ചിരി കൂട്ടി വിചാരിച്ചത്. 1:30ക്കാണ് സാധാരണ ഇവിടെ ഫുഡ്. 1:15 1:30 നമ്മൾ സാറ്റർഡേ സൺഡേ ഒക്കെ കഴിക്കുന്നത്. കാരണം എപ്പോഴും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കുമല്ലോ സാറ്റർഡേ സൺഡേ കഴിക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ഏകദേശം വീക്ക് ഡേയ്സിന് മിക്കവാറും 1 മണി ആകുമ്പോഴത്തേനും ആക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും എന്തോ എനിക്ക് ആ സമയത്ത് അങ്ങനെ ഞാൻ പെട്ടെന്ന് ചെയ്ത, ഇന്നലെ പെട്ടെന്ന് ഞാനിങ്ങ് കുറച്ചൊന്ന് പുരട്ടി വെച്ചേക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തതാണ്. ഈ പൊതിച്ചോറിൻ്റെ ഒന്നും പരിപാടി ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്ന കാര്യമേ ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത്. ഇത് പുരട്ടി വെക്കുന്ന സമയത്ത് ഇന്നലെ രാത്രിയിലാണ് പൊതിച്ചോറൊക്കെ പ്ലാൻ ചെയ്തത്. അപ്പം ഞാൻ എന്തുകൊണ്ടും അങ്ങ് പുരട്ടി വെച്ചാണ്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് ചേർക്കണമായിരുന്നു. അതാണ് അതിൻ്റെ കുറച്ചുകൂടെ ഇത് വരുന്നത്, ഈ കട്ടിയുള്ള മീനിന്. അപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ ഇങ്ങനെ ചതച്ച് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലെങ്കിൽ അരച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ ചേർക്കാം. ഞാനിന്ന് കൈ കഴുകാൻ പോയതാ. ഉപ്പൊക്കെ ആവശ്യത്തിന് കാണുമെന്നാണ് എൻ്റെ ഒരു ധാരണ. നോക്കാം.
ഇത് ആക്ച്വലി ഈ ഗ്രേറ്റർ ഞാൻ പെട്ടെന്ന് നമുക്കിപ്പോൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ മിക്സ് എടുത്ത് അരയ്ക്കുന്നതിലും നല്ലതാണ്. പ്രത്യേകിച്ച് ഇവിടെ മുട്ട പൊരിക്കുമ്പോൾ, മുട്ട പുഴുങ്ങി കഴിക്കുമ്പോഴൊക്കെ വളരെ ഉപകാരമാണ്. ആക്ച്വലി മീനിനൊക്കെ കൂടുതൽ അതിനകത്തിട്ട് അരയ്ക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. പെട്ടെന്നൊരു പരിപാടിക്ക് ഇത് എളുപ്പമാണ്. ഇപ്പം ഞാൻ അല്ലെങ്കിൽ ഇനിയിപ്പം ഞാൻ കുരുമുളക് ഞാനങ്ങനെ പൊടിച്ച് വെക്കാറില്ല. പൊടിച്ച് ഞാൻ വെച്ചാൽ ചിലപ്പം എനിക്ക് കേടാവുമോ എന്നൊരു പേടി. അതാണ് ഞാൻ പൊടിച്ച് വെക്കാത്തത്. പൊടിയായിട്ട് മേടിക്കുന്നതിൽ എനിക്കൊരു സുഖം തോന്നാറില്ല. ഞാൻ പൊടിയായിട്ട് മേടിക്കത്തില്ല. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ എന്തോ പറയുന്ന പെപ്പർ ഗ്രൈൻഡിങ് സംഭവമില്ല അതിൽ അല്ലെങ്കിൽ പൊടിച്ച് വെക്കണം. എൻ്റെ അമ്മ കുരുമുളകും ഉപ്പും കൂടെ പൊടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം കേടാകാതിരിക്കുമെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, എന്നോട് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, അതിനെപ്പറ്റിയൊന്നും ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പം കുരുമുളകും ഉപ്പും കൂടെ പൊടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആവശ്യത്തിന് ഞാൻ അതിന് എനിക്കപ്പം ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി ഞാൻ ഇടയ്ക്ക് വിചാരിക്കും കുരുമുളക് ഉപ്പും കൂടെ പൊടിച്ച് വെച്ചാലോ, അപ്പോൾ കുറച്ചുകൂടെ ഇതാകും. പക്ഷെ ഉപ്പിടുമ്പം അപ്പം ശ്രദ്ധിക്കണം, ഉപ്പ് കൂടിപ്പോയല്ലോ, കുരുമുളകിനകത്ത് ഉപ്പുള്ളതുകൊണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ കറിവേപ്പില എടുത്തോണ്ട് വരട്ടെ. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് ചേർക്കണം. അപ്പോൾ നമ്മൾ മീൻ വറക്കാൻ വെച്ചു. ഇനി ഇത് വറുത്ത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് ചോറ് വെച്ചാൽ മുട്ട ഞാൻ എടുക്കുന്നില്ല. ശ്രീഹരി പറഞ്ഞ മുട്ട വേണ്ടാന്ന്, കാരണം മീൻ വറുത്തതുണ്ടല്ലോ. മീൻ വറുത്തത്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, ഓമയ്ക്ക തോരൻ, പിന്നെ കണ്ണിമാങ്ങ അച്ചാർ എടുക്കുന്നുണ്ട്. അതെ, ഇതും കൂടെ എല്ലാം കൂടെ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടെങ്കിൽ തന്നെ ഇത് നല്ലതായിരിക്കും. പിന്നെ ചമ്മന്തി, ഇത്രയില്ല. അപ്പം ഇനിയിപ്പോൾ മുട്ടയും കൂടെ ഞാൻ പൊരിക്കുന്നില്ല. അത് മാത്രമല്ല, ഞങ്ങൾ ഇന്നലെ മുട്ട കൂട്ടി വെട്ടിയിട്ട് മുട്ട കൂട്ടുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ഇലയെല്ലാം ഒന്ന് തുറന്നു നോക്കി എത്ര നല്ല ഇലയുണ്ടെന്ന് കണ്ടറിയണം. തുറന്ന് നോക്കി വാട്ടിയെടുക്കണം. വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് പൊതിച്ചോറിനാണ് ഞങ്ങൾ കൂടുതലും വാങ്ങിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ അവസാനത്തെ ഒരു ഇല ആണല്ലോ. കുഴപ്പമില്ല, പൊതിച്ചോറൊക്കെ കെട്ടാം, എന്നാലും അതൊരു വൃത്തിയില്ലാത്തതായി. അടയുണ്ടാക്കാം. അങ്ങനെ ഈ ടൈപ്പ്, അതായത് അട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തൂഷണൽ വേണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആഗ്രഹിച്ച് വാങ്ങിക്കുമ്പം കേടായിരിക്കും. ഞാൻ 2 ഇലയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്, കീറിയിട്ട്. എങ്ങനെയാണെന്ന് നോക്കട്ടെ. നമുക്ക് 2 ഇല കഴുകി ഇത് രണ്ടും, ഇത് ഇച്ചിരി വലുതാണ് വെച്ച്. എല്ലാത്തിനും ഒരു വെട്ടുപാടുണ്ട്. അത് കിഴിഞ്ഞു പോകുന്ന കണ്ടറിയണം. ഇവിടെ പച്ചക്കറി കടയിൽ വരുവേ ഇല. അത് പക്ഷെ സീസൺ മെയിനായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് നവരാത്രിയുടെ ഇടയ്ക്കാണ്. നവരാത്രി ടൈമിലാണ് പച്ചക്കറി കടയിൽ ഞാൻ വലിയ തൂഷണിലിരിക്കുന്ന കണ്ടിരിക്കുന്നത്. അത് പക്ഷെ നല്ലതായിരിക്കും. ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന എപ്പോഴും 5 പീസ് 25 രൂപ. ഇതിനിപ്പോൾ ഈ കുഴലിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഞാനിനി ഒന്ന് കഴുകി തുടച്ചൊന്ന് വാട്ടിയെടുക്കട്ടെ. അപ്പം ഞാനിവിടെ ഇലയൊക്കെ വാട്ടിക്കൊണ്ട് വന്നു. ആ സമയത്ത് മീനൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ ചോറ്, നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ ഓമയ്ക്ക തോരൻ, ഇതെല്ലാം അതിൻ്റെ മുകളിൽ തന്നെ വെക്കുകയാണ്. അല്ലാതെ ഞാൻ സെപ്പറേറ്റ് ഇലയിലൊന്നും കെട്ടി വെക്കുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഇതെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട്. അപ്പോൾ ഓമയ്ക്ക തോരൻ ഞാൻ കുറച്ചേറെ വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ മീൻ വറുത്തതും, പിന്നെ നമ്മുടെ ചമ്മന്തിയും, പിന്നെ അതിലേക്ക് കണ്ണിമാങ്ങ അച്ചാറാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു അച്ചാറിൻ്റെ. എന്നിട്ടിത് നന്നായിട്ട് അങ്ങ് പൊതിഞ്ഞ്, ഞാൻ പിന്നെ ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അലൂമിനിയം ഫോയിലും കൂടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 പൊതി ഞാൻ കെട്ടി മാറ്റി വെച്ചു. ഇനി ഇത് ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് തുറന്നു നോക്കാം. അപ്പോൾ ഞാൻ 2 പൊതി കെട്ടി കഴിഞ്ഞപ്പോഴത്തേനും സമയം 12:30ആയി. ഇനി ഒരു
1:15 1:30 വരെ അങ്ങനെ ഇരിക്കട്ടെ. മോര് കാച്ചുന്നില്ല. ശ്രീഹരി പറഞ്ഞു ഇത് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തല്ലേ എടുക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്ത് മീൻസ് ചമ്മന്തി എല്ലാം അതിനകത്ത് ഇരിക്കുകയല്ലേ, അപ്പം തൈര് ഒഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനിടയ്ക്ക് ഞാൻ വേറെ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ഒന്നാമതേ ഞാൻ സംസാരിക്കുന്ന ഇച്ചിരി കൂടുതലാണ്. വേറെ ആരല്ല, ശ്രീഹരി ഈയിടെയായിട്ട് പറയുന്നുണ്ട് വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ അങ്ങ് വീഡിയോയുടെ ലെങ്തും കൂടുന്നു, എൻ്റെ സംസാരം ഭയങ്കരമായിട്ട് ഓവറാവുന്നെന്ന്. അതുകൊണ്ട് ഞാനത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് കട്ട് ചെയ്ത് കളയാനും തോന്നത്തില്ല. കാരണം കട്ട് ചെയ്യുമ്പോഴത്തേന് ഇനി ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ലിങ്ക് കണക്ഷൻ വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളയാത്തതും അതുകൊണ്ടാണ്. എൻ്റെ ട്രൈപോഡ് അപ്പോൾ കുറയിരിക്കാൻ പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്ത് കളയാനും എനിക്ക് തോന്നത്തില്ല. കഷ്ടപ്പെട്ട് ഞാൻ സംസാരിക്കുന്നതല്ലേ, കിടക്കട്ടെന്ന് ഞാൻ വിചാരിക്കും. അപ്പം ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ല. പരിപാടികൾ കൂട്ടാൻവെപ്പും കാര്യങ്ങളൊക്കെ തീർത്തു. പാത്രം കഴുകൽ മാത്രമേ ഉള്ളൂ. ചോറ് പിന്നെ ഈ പൊതിച്ചോറിനകത്ത് നമുക്ക് സാധാരണ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിൽ ശ്രീഹരിക്കൊന്നും വിളമ്പ പറ്റില്ല. ഒന്നാമത് ഇലയ്ക്ക് വലിയ വലിപ്പമൊന്നുമില്ല. ഇപ്പം അതുകൊണ്ട് നാളത്തേക്ക് ഇനി മീൻ വറക്കാനിരിപ്പുണ്ട്. വേറൊന്നുമില്ല. ഇനി നാളെ എല്ലാം ആദ്യം തൊട്ട് ഉണ്ടാക്കണം. ഒരു കൂമ്പ് ഇരിപ്പുണ്ട്, അത് തോരൻ വയ്ക്കും നാളെ. എനിക്ക് അടുക്കള ഒന്ന് സ്വല്പം ക്ലീൻ ചെയ്യാനുണ്ട്. പാത്രം ശ്രീഹരി കഴുകി തരാമെന്ന് പറഞ്ഞു. പിന്നെ ഇനി ഞങ്ങൾ ഇനി പൊതിച്ചോറ് തുറക്കാൻ നേരത്തെ ഞാൻ കാണിക്കാം. പിന്നെ ഇനി ഞങ്ങൾ എവിടെ പോകും അങ്ങ് പിന്നെ ഞാൻ സിനിമ പോകുന്നതായിരിക്കും കാണിക്കുന്നത്. ഞാൻ ഈ ശനിയാഴ്ചകളിൽ വലിയ ക്ലീനിങ്ങും വാഷിങ്ങും ഇന്നിപ്പം ശ്രീഹരി എടുത്ത് തുണി ഇട്ടിട്ടുണ്ട്. ഞാൻ നടത്താറില്ല. കാരണം എനിക്ക് ഈ ഒരു എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ലേറ്റാവും, ഒത്തിരി താമസം വരും എനിക്ക്. അതുകൊണ്ട് ഞാനതെല്ലാം ഒന്നുമില്ലെങ്കിൽ ഞായറാഴ്ച ഞാനങ്ങനെ വീഡിയോ എടുക്കാറില്ല. ഞായറാഴ്ച എനിക്ക് ഒരു റെസ്റ്റ് ഡേ ആണ് ചില ദിവസങ്ങളിൽ. ചിലപ്പോൾ ഞാൻ വൈകുന്നേരം വല്ലതും എടുക്കും. അല്ലാതെ ഞായറാഴ്ച ഞാനങ്ങനെ വീഡിയോ എടുക്കാറില്ല. അപ്പം ഞായറാഴ്ചകളിലാണ് എൻ്റെ ബാക്കി പരിപാടികൾ, ക്ലീനിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നത്. ബാത്റൂം ക്ലീനിങ്, ഫ്ലോർ ക്ലീനിങ്, അതെല്ലാം. പിന്നെന്താ, അപ്പം അങ്ങനെയൊക്കെയാണ്. ഇന്ന് നമുക്ക് പൊതിച്ചോറ് തുറക്കുമ്പം കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 2 മണി കഴിയുമ്പം സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകും. ഇന്ത്യൻ 2 ആണ് കാണാൻ പോകുന്നത്. നെഗറ്റീവ് റിവ്യൂസാണ് കേട്ടോണ്ടിരിക്കുന്നത്. പോയി കാണും. 3 മണിക്കൂർ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഏതായാലും കുറേ നാളായിട്ട് ടർബോ ആണ് ലാസ്റ്റ് കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ ഇത് പോയി കാണാമെന്ന് വിചാരിച്ച് കൽക്കി കാണണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സമയം കിട്ടിയില്ല. ശ്രീഹരിക്ക് സമയം കിട്ടില്ല. ശനി ഞായറും പിന്നെ ബുക്ക് ചെയ്യാനൊന്നും അങ്ങോട്ട് തോന്നിയില്ല. കൽക്കി നല്ലതെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പം ഇന്ത്യൻ 2 കാണാം. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് വന്നിട്ട് പിന്നെ രാത്രിയിലത്തേക്ക് മിക്കവാറും നമ്മൾ സിനിമാ തിയേറ്ററിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുമല്ലോ. 7 മണിയാവും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും. അപ്പം കഴിക്കുമ്പോൾ നമ്മുടെ വയറ് ഓൾറെഡി കുറച്ചൊക്കെ നിറഞ്ഞൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ പിന്നെ ഇനി വലുതായിട്ടൊന്നും രാത്രി കുക്കിംഗ് കാണില്ല. മിക്കവാറും ഗോതമ്പ് ദോശ ആയിരിക്കാം. പിന്നെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ മാവ് കുറച്ചിരിപ്പുണ്ട്. പക്ഷെ കറിയൊന്നും ഇല്ലാത്തതിനാൽ ഗോതമ്പ് ദോശ ആയിരിക്കാനാണ് ചാൻസ്. അതുകൊണ്ട് രാത്രിയും വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇനി ഞാൻ കൂടുതൽ വലിച്ചു നിന്നില്ല. ഞാൻ പോയി ഇനി കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഒരു 1:30 ആയപ്പം ഞങ്ങൾ പൊതിയൊക്കെ തുറന്നു. അപ്പം ഞാൻ ഇത് തുറക്കുന്നത് ആക്ച്വലി ശ്രീഹരിയുടെ പൊതിയല്ല, ഇതെൻ്റെ പൊതിയാണ്. എനിക്ക് പൊതി മാറിപ്പോയി. ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് ശ്രീഹരിയുടെ പൊതി തുറന്നു പോയി. കാരണം ചോറിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. അപ്പം എനിക്കായതുകൊണ്ട് കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ. ശ്രീഹരിക്ക് ഇച്ചിരി കൂടി ചോറ് കൂടുതൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ശ്രീഹരി തുറന്നത് എൻ്റെ പൊതിയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ പൊതിയൊക്കെ തുറന്ന് പൊതിച്ചോറൊക്കെ ഉണ്ടു. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പതുക്കെ ഇറങ്ങി. കാരണം ഒത്തിരി അങ്ങ് ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. പതുക്കെ പോയാൽ മതിയല്ലോ. അപ്പോൾ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ സ്ഥിരം PVR തന്നെ, എലമെൻറ്റ്സ് മോളിലെ PVR തന്നെ. അപ്പോൾ പോകുന്ന വഴി കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞങ്ങളിവിടെ ലുംബിനി കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങാൻ തോന്നിയിരുന്നു. ഇറങ്ങിയിട്ടൊക്കെയാണ് ഞാൻ പോയത്. അത് ഞാൻ പിന്നെ ലോങ് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ലുംബിനി കുറച്ചുകൂടെയൊക്കെ അവർ ഒന്ന് പരിഷ്കരിച്ചെടുത്തു. അതുകൊണ്ട് പിന്നെ
ഞങ്ങൾ വലിയ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 3:10 സിനിമ. അപ്പോൾ 3 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് നമ്മൾ എത്തിയത്. കാരണം നമ്മൾ കുറച്ച് നേരം ലുംബിനിയിലിരുന്നായിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ സിനിമ തിയേറ്ററിലെത്തി. ടർബോ കാണാനായിരുന്നു ഞങ്ങൾക്ക് ഇൻട്രോ ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയത്. ഞങ്ങൾ അന്ന് ഓടിപ്പടച്ചാണ് വന്നത്. അന്നെല്ലാം ലേറ്റ് ആയിപ്പോയതുകൊണ്ട് ഓടിപ്പടച്ചാണ് ഞങ്ങൾ ടർബോ കാണാനെത്തിയത്. ഇത് പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി കറക്റ്റ് ടൈമിന് ഞങ്ങൾ കയറി. പിന്നെ ഞങ്ങളൊരു കോഫി പറഞ്ഞു. അപ്പോൾ അവരത് തിയേറ്ററിനകത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. കോഫി പറഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ അങ്ങനെ സിനിമ ആക്ച്വലി ഞങ്ങൾക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. വലിയ ഗുണമൊന്നുമില്ല. ഞങ്ങൾ ഇന്ത്യൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ്റെ ഒന്നും ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ 7 അയലത്ത് ഇത് വന്നിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ ഇൻ്റർവെല്ലായപ്പം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കഴിക്കാനൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ട് ഇറങ്ങി. ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തിരിച്ചെത്തിയപ്പം ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് പ്രത്യേകിച്ച് ഒരു കൺക്ലൂഷനൊന്നും ഇതിന് എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ എടുത്ത് കാണുന്നിടം വരെ താങ്ക് യു സോ മച്ച്.